പലിശയോടുകൂടി തിരിച്ചടയ്ക്കേണ്ട കടം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 29 മുതൽ 37 വരെ. ധ്യാനത്തിനായിട്ട് 33-ാം വാക്യം. ഒരു ശമരിയക്കാരനോ വഴി പോകയിൽ അവൻ്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. ആരോഗ്യം, സമ്പൽ സമൃദ്ധി മുതലായവ ദൈവാനുഗ്രഹങ്ങളാണെന്ന് നാം കരുതുന്നു. എന്നാൽ പലിശയോടുകൂടി തിരിച്ചടയ്ക്കേണ്ട കടമാണവ എന്ന് പലരും ഓർക്കാറില്ല. ധനം വാരിക്കൂട്ടുവാൻ വെമ്പൽ കൊള്ളുന്നവർ തങ്ങളുടെ ഋണബാധ്യതയെപ്പറ്റി ഓർക്കാറില്ല. കുറുക്കുവഴിയിൽ കൂടി ആയാലും മക്കളെ ഡോക്ടർമാരോ എഞ്ചിനീയർമാരോ ആക്കാൻ പലരും ശ്രമിക്കുന്നത് മനുഷ്യ സേവനത്തിന് വേണ്ടി ആയിരിക്കുകയില്ലല്ലോ. പ്രത്യേകത പണസമ്പാദനം എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കും. എന്നാൽ പണസമ്പാദനത്തോടൊപ്പം അവരുടെ കടവും കുന്നുകൂടുന്നു. ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനുള്ളതാണ്. ഈ പങ്കുവയ്ക്കൽ നമ്മുടെ കടം വീട്ടലായി ദൈവം അംഗീകരിക്കും. എന്നാൽ നമ്മുടെ ദാനധർമ്മങ്ങൾ പലതും കൂടുതൽ ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കും. യഥാർത്ഥ മിത്രം അഥവാ അയൽക്കാരൻ ആരാണെന്ന് ഇന്നത്തെ വേദവായന ഭാഗത്തെ നല്ല ശമരിയക്കാരൻ്റെ ഉപമയിലൂടെ യേശു ക്രിസ്തു വിവരിച്ചിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിലുള്ള പലതരം ആളുകളുടെ ചിത്രം ക്രിസ്തു ആ ഉപമയിൽ യഥാതഥം വരച്ചു കാട്ടിയിരിക്കുന്നു. അതുപോലെയുള്ള മറ്റൊരു സംഭവകഥ ഇത്തരുണത്തിൽ സ്മരണീയമാണ്. ഒരിക്കൽ ഒരു വൈദികൻ രക്തം ഛർദ്ദിച്ച് ആശുപത്രിയിൽ ആസന്നമരണനായി കിടക്കുകയായിരുന്നു. അദ്ദേഹത്തിന് രക്തം കൊടുക്കേണ്ടിയിരുന്നു. അദ്ദേഹത്തെ സന്ദർശിക്കുവാൻ നിരവധി ആളുകൾ വന്നുകൊണ്ടിരുന്നു. ധാരാളം ഭക്തജനങ്ങളും വൈദികരും ഉണ്ടായിരുന്നു അക്കൂട്ടത്തിൽ. അവരിൽ പലരും രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വ്യാകരണ തെറ്റില്ലാതെ അച്ചടിച്ച ഭാഷയിലുള്ള പ്രാർത്ഥനകൾ. ഒരാൾ യാത്ര പറഞ്ഞപ്പോൾ വീർത്ത പോക്കറ്റിൽ കൈവച്ചുകൊണ്ട്, "അച്ഛാ, പണം ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കേണ്ട" എന്ന് പറഞ്ഞു. അച്ഛൻ്റെ ഇടവകയിലെ ഒരു പള്ളി പ്രമാണിയായിരുന്നു അദ്ദേഹം. എന്നാൽ അച്ഛന് അടിയന്തരമായി വേണ്ടിയിരുന്നത് രക്തമായിരുന്നു. അച്ഛൻ്റെ ഇടവകയിലെ ഒരു പാവപ്പെട്ട മത്തായി എന്നയാൾ അച്ഛനെ കാണുവാൻ ചെന്നു. അയാൾക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ. രക്തം കൊടുത്താൽ അച്ഛൻ രക്ഷപ്പെടുമെന്ന് ആരോ പറഞ്ഞു. മത്തായി ആരും അറിയാതെ ഡോക്ടറുടെ മുറിയിൽ ചെന്നു. തൻ്റെ രക്തം അച്ഛന് ചേരുമോ എന്ന് നോക്കണേ എന്ന് പറഞ്ഞു. മത്തായിയുടെ രക്തം ഉടൻ തന്നെ പരിശോധിച്ചു. അച്ഛൻ്റെ രക്തത്തോട് പൊരുത്തപ്പെടുന്ന രക്തമാണ് അതെന്ന് മനസ്സിലായി. ആവശ്യത്തിന് രക്തം എടുത്തുകൊള്ളുവാൻ സമ്മതിച്ചു. രക്തം കൊടുത്ത ശേഷം അച്ഛനെ വീണ്ടും കാണുവാൻ നിൽക്കാതെ സ്ഥലം വിട്ടു. രക്തവുമായി നഴ്സ് അച്ഛൻ്റെ അടുത്തു ചെന്നപ്പോഴാണ് അച്ഛൻ സംഭവമറിയുന്നത്. അതറിഞ്ഞപ്പോൾ അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകി. ഇതുപോലെ ആരുമറിയാതെ ചെയ്യുന്ന ദാനങ്ങളാണ് നമ്മുടെ കടം വീട്ടിലായി ദൈവം അംഗീകരിക്കുന്നത്. ഓർക്കണമേ, സ്നേഹത്തിനും സത്യത്തിനും നന്മയ്ക്കും മതമില്ല. സദൃശവാക്യങ്ങൾ 3:27. നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത്. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.